ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന നേരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് ആര് പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഓ ജിബ്രീൽ, എൻ്റെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് എൻ്റെ സലാം പറയണം. അന്നേരം ജിബ്രീൽ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അസ്സലാമു അലൈക യാ മുഹമ്മദ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം അടക്കും. എന്താണ് മടക്കുന്നത്? വഅലൈക്കസ്സലാം യാ ജിബ്രീൽ, ജിബ്രീലെ അങ്ങക്ക് സലാമൊക്കെ മടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അള്ളാഹുവിനോട് സലാം മടക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിങ്ങൾ അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ, അങ്ങയുടെ ഉമ്മത്തിങ്ങൾ അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, അലൈസ ഉമ്മത്തി മഈ ഫിൽ ജിനാൻ, എൻ്റെ ഉമ്മത്തിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലില്ലേ? പിന്നെന്തിനാണ് അവരെന്നോട് സലാം അങ്ങയോട് പറഞ്ഞയക്കുന്നത്? അവർക്ക് നേരിട്ട് എന്നോട് പറയാമല്ലോ, എൻ്റെ ഉമ്മത്തിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ തന്നെ ഇല്ലേ? പിന്നെന്തിനാണ് എൻ്റെ ഉമ്മത്തിങ്ങളുടെ സലാം അങ്ങെനിക്ക് വന്ന് പറഞ്ഞു തരുന്നത്? ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് താഴേക്ക് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശരീരത്തിൻ്റെ നിറമാകെ മാറിപ്പോകും. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീൽ അലൈസ നഹ്നു ഫിൽ ജിനാൻ, നമ്മൾ സ്വർഗത്തിൽ തന്നെ അല്ലയോ? ജിബ്രീൽ പറയും, നഅം, നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് നബിയെ. അഫിൽ ജിനാനി ഹുസ്നുൻ, എന്നാ സ്വർഗത്തിൽ എന്താ സങ്കടമുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമുണ്ടോ? എന്തിനാണ് അങ്ങ് കരയുന്നത്? സ്വർഗം സന്തോഷത്തിൻ്റെ ലോകല്ലേ, ആനന്ദത്തിൻ്റെ ലോകല്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഈ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കരയുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഓ നബിയെ, അങ്ങയുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നരകത്തിലാണ്, അവരെ കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരാണ് അങ്ങയോട് സലാം പറഞ്ഞത്. അല്ലാതെ സ്വർഗത്തിലുള്ളവരല്ല അങ്ങയോട് സലാം പറഞ്ഞത്, നരകത്തിൽ കിടക്കുന്നവരാണ് അങ്ങയോട് സലാം പറയണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചത്. ഇത് കേട്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യാ ജിബ്രീൽ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ജിബ്രീലെ, എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആളുകൾ നരകത്തിലുണ്ടെന്നോ? ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ആളുകൾ നരകത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് വല്ലാതെ വലാ സബ്റലി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുവരണം. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, യാ ബിലാൽ, ബുറാഖിനെ വിളിക്കൂ. ഏതാ ബുറാഖ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ട യാത്രയിലെ വാഹനം ബുറാഖിനെ വിളിക്കാൻ വേണ്ടി പറയും. ആ ബുറാഖ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിൽ കയറും. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കാണോ? അല്ല, എല്ലാ നബിമാരും പിന്നാലെ പോകും, സ്വഹാബത്ത് പിന്നാലെ പോകും. അങ്ങനെ പോയി അത് നേരെ മഹാനായ മീകായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലെത്തും. മീകായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, യാ മുഹമ്മദ്, ഓ നബി ആയിട്ടുള്ളവരെ, അയിന തുരീദു, അങ്ങ് എങ്ങോട്ടേക്കാ? ഈ ആളുകളുമായിട്ട് അങ്ങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഉരീദു റബ്ബി അസ്സ വജൽ, ഞാൻ എൻ്റെ റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്, എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം, ഞാൻ അതിനാണ് പോകുന്നത്. അപ്പോൾ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി, അയ്യോ അങ്ങനെ പറയരുത്, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല, ഈ കവാടം കടന്ന് അങ്ങോട്ട് പോകാൻ അനുവാദമില്ലല്ലോ നബിയെ. അന്നേരം അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ മീകാഈലു യഹൂലു ബൈനി വബൈനക യാ റബ്ബി. അല്ലാഹ്, മീകായിൽ
എൻ്റെയും നിൻ്റെയും ഇടയിൽ മറവെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അള്ളാഹു തആല പറയും, ഓ മിക്കായിൽ, എൻ്റെ നബിയാണത്, പറഞ്ഞയക്കൂ. ഒരാൾക്കും തടയാനുള്ള പെർമിഷൻ ഇല്ല. അത് ലോകത്തിൻ്റെ നേതാവാണ്, എൻ്റെ ഹബീബാണ്, ഞാൻ ആദരിച്ചവരാണ്, ഞാൻ ബഹുമാനിച്ചവരാണ്. എൻ്റെ ഹബീബിനെ തടയാൻ നിങ്ങൾക്ക് കഴിയൂലല്ലോ. അങ്ങനെ അവിടുന്ന് കടന്ന് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ നിന്ന് കടന്ന് പിന്നെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടെ എത്തും. അപ്പോഴും ചോദിക്കും, മൈനത്തുരീത്, എങ്ങോട്ടേക്കാ? അവിടെയും ഇതേപോലെ ഉണ്ടാകും, തടയും. അവിടുന്നും അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അവിടുന്ന് കയറി വരും. അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഖാമുൽ മഹ്മൂദിലേക്ക് എത്തും. ഏറ്റവും ഉന്നതമായ സ്ഥാനമാണത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. അല്ലാഹു തആല അങ്ങയെ മഖാമുൽ മഹ്മൂദിലേക്ക് ഉയർത്തും എന്നാണ്. ആ മഖാമുൽ മഹ്മൂദാണിത്. എല്ലാ നിയന്ത്രണങ്ങളും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം കൊടുക്കുന്ന സ്ഥാനം, അതാണേത്? മഖാമുൽ മഹ്മൂദ്. അവിടെ എത്തും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിൻ്റെ താഴത്ത് ചെല്ലും. അവിടെ ചെന്നിട്ടോ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യും. എന്നിട്ടോ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും, റുകൂഅ് ചെയ്യും. എന്ത് പറഞ്ഞിട്ട്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു വിഭാഗം എവിടെയുണ്ട്? നരകത്തിലുണ്ട്. ആ ഒരു വിഭാഗം ചിലപ്പോൾ നമ്മളാവും. നമുക്ക് എന്തുറപ്പുണ്ട്? നമ്മൾ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്തും. മുൻകാല മഹത്തുക്കളുടെ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയ സുമയ്യ ബീവി, അമ്മാർ തങ്ങളുടെ ചരിത്രം, മഹാനായ ഷാഫി ഇമാം, മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹും, ഇങ്ങനെ അനേകം മനുഷ്യർ നമുക്ക് മുന്നേ പോയ ഒരു സ്വർഗത്തിലുണ്ട്. ജീവിതത്തിൽ കുശുമ്പും കുന്നായ്മയും മോശത്തരങ്ങളും കിബറും ഫസാദും ഫിത്നയുമൊക്കെയായി നടന്ന നമ്മൾ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്തുമെന്ന് എന്തുറപ്പ്? ഒരുപക്ഷെ ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ നമ്മളായിരിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കാലം നരകത്തിൽ കടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിയുള്ളൂ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കടക്കാൻ നമുക്ക് കഴിയൂല ഹബീബിങ്ങളെ. നരകത്തിനൊരു സൂചിയുടെ ദ്വാരത്തിൻ്റെ അത്ര ഒരു ഗ്യാപ്പ് നരകത്തിന് ഇട്ടുകൊടുത്താൽ അതിൽ നിന്ന് വരുന്ന തീ കൊണ്ട് ഈ ദുനിയാവ് മൊത്തം കരിഞ്ഞു പോകുമെന്നാണ്. അപ്പം എത്രയാണ് നരകം? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആ നരകത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അവിടെ അർശിൻ്റെ അടുത്ത് എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീഴും. എന്നിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരയും. എന്ത് പറഞ്ഞിട്ട്? അല്ലാഹ്, എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ എവിടെയുണ്ട്? നരകത്തിലുണ്ടല്ലോ, അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. അന്നേരം അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക ലൈസ ഹാദാ യൗമ റുകൂഇൻ വസുജൂദ്. ഓ നബിയേ, അങ്ങയുടെ മുഖം ഒന്ന് ഉയർത്തിയാലും നബിയേ, ഈ ദിവസം എന്ന് പറയുന്നത് റുകൂഅ് ചെയ്യാനുള്ളതല്ല. ഈ ദിവസം എന്ന് പറയുന്നത് സുജൂദ് ചെയ്യാനുള്ളതല്ല. ഈ ദിവസം സന്തോഷിക്കേണ്ട ദിവസങ്ങളിലല്ലേ? ആ സമയത്ത് പറയും, യാ റബ്ബി, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ ദിവസം സുജൂദിനുള്ളതോ റുകൂഇനുള്ളതോ ഒന്നുമല്ല. പക്ഷേ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിങ്ങൾ നരകത്തിലുണ്ടല്ലോ, എൻ്റെ ഉമ്മത്തിങ്ങൾ നരകത്തിലുണ്ടല്ലോ. അല്ലദീന ത്വാല ഫീഹിം, അവർ നരകത്തിൽ കടന്ന് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ സുജൂദിൽ വീഴാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ കരയാതിരിക്കുക? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കൊടുക്കും, യാ റസൂലല്ലാഹ്, ഞാൻ അവരെ വെറുതെ നരകത്തിലിട്ടതല്ല. അവർ പാപികളാണ്, ദോഷികളാണ്, ദുനിയാവിനെ ആസ്വദിച്ചവരാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ദുനിയാവിന് വേണ്ടി ചെയ്തു കൂട്ടിയവരാണ്, എല്ലാ കാര്യത്തിലും ദുനിയാവിനെ കൊണ്ട് നടന്നവരാണ് അവർ, യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മറുപടി കേട്ട് തിരിച്ചു പോരോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വഅൈന ഹാജതി വഅൈന വഅദുക അല്ലദീ വഅത്തി, എവിടെ എനിക്ക് എൻ്റെ ഖൽബ് നിറയും വരെ എന്നെ സന്തോഷിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ അല്ലാഹ്, അതെവിടെ? അതൊക്കെ എവിടെയാണുള്ളത്? എനിക്കൊരുപാട് കാര്യങ്ങൾ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ
വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. അങ്ങയുടെ ഖൽബ് നിറയുന്നത് വരെ അങ്ങേ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എവിടെ ആ സന്തോഷം? എവിടെ? എൻ്റെ ഉമ്മത്തിങ്ങൾ ഈ നരകത്തിൽ കിടന്നുകൊണ്ട് കരിയുമ്പോൾ, അവർ കരയുമ്പോൾ, അവർ നിലവിളിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആ സന്തോഷം ലഭിക്കുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയിൽ ഇരുന്നു കൊണ്ട് സാധുക്കളായ നമുക്ക് വേണ്ടി കരയാണ്.